വർക്കലയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഏതായാലും 3 സ്ഥാനാർത്ഥികളുമായി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായി. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിലൊരു പ്രതീക്ഷ? ഞാൻ ഏതാണ്ട് ഒരു റൗണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെ കൂടിയാകുമ്പോൾ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും ഏതാണ്ട് ഓടിയെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയിടത്തോളം എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും പൊതുവായ കാര്യങ്ങളുമെല്ലാം ജനങ്ങൾക്ക് കൃത്യതയോടുകൂട്ടിയിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വേവലാതി ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ രംഗത്ത് നിൽക്കുന്നത്. UDF സ്ഥാനാർത്ഥി പറഞ്ഞത് അദ്ദേഹം 10 വർഷം മുമ്പ് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എന്താണ് അതിനുള്ള മറുപടി? അത് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം. അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് എന്തു ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് പറയണം. ഞാൻ നിയമസഭാ അംഗമായി വരുമ്പോൾ ഒരൊറ്റ ഹയർ സെക്കൻഡറി സ്കൂളിലോ ഹൈസ്കൂളിലോ SPC ഉണ്ടായിരുന്നില്ല. SPC ഇല്ലാത്ത ഏക മണ്ഡലം ഈ മണ്ഡലമായിരുന്നു. ഭൗതിക സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ അന്തം വിട്ടു പോകുന്ന നിലയിലാണ് ഓരോ സ്കൂളിൻ്റെയും ഭൗതിക സാഹചര്യങ്ങൾ മാറ്റം വന്നത്. ഒരൊറ്റ സ്കൂളിൽ പോലും ബസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നതിന് ശേഷമാണ് 48 ബസ്സുകൾ സ്കൂളുകളിലേക്ക് കൊടുത്തത്. അദ്ദേഹം തുടങ്ങി വെച്ച കാര്യമാണെങ്കിൽ ഈ വർക്കല മണ്ഡലത്തിൽ ITI അദ്ദേഹം തുടങ്ങി വെച്ചോ? ഇല്ലല്ലോ. കൂടുതൽ കുട്ടികൾക്ക് തൊഴിലവസരം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗം ITIയും പോളിടെക്നിക്കുമാണ്. പുതിയ ITI കൊണ്ടുവന്നു, അതിന് സ്ഥലം വാങ്ങി കെട്ടിടം വെച്ചു. നഴ്സിംഗ് കോളേജ് വന്നു, DYSP ഓഫീസ് വന്നു. 14 ഓഫീസുകളാണ് ഇപ്പോൾ. സബ് RTO ഓഫീസ് 14 ഓഫീസുകളാണ് പുതുതായിട്ട് വന്നത്. അപ്പോൾ അത് ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഇത് ഒന്നിൻ്റെ മേലിൽ കെട്ടിയതല്ല. കൃത്യമായി ഇവിടെ നിന്ന് പ്രവർത്തിച്ച് പുതിയ ഓഫീസുകൾ കൊണ്ടുവന്ന്, പുതിയ സ്കൂളുകൾ കൊണ്ടുവന്ന്, മറ്റ് സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന്, കോടതി കൊണ്ടുവന്നു. ഇതെല്ലാം ആളുകൾക്കറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒട്ടും പുള്ളി പറയുന്നതിനോടൊന്നും ആളുകൾ അത്ര ഗൗരവത്തോടെ കാണുമെന്ന് ഞാൻ കരുതുന്നില്ല. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗത്തെയാണ് BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഒരു സ്ഥാനാർത്ഥി BDSന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു, അത് പിൻവലിപ്പിച്ചു. വലിയ ചർച്ചയൊക്കെ അവിടെ ഗ്രൂപ്പുകളിലൊക്കെ നടന്നിരുന്നു. BDS സ്ഥാനം തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. അതായത് ആ പ്രശ്നം പരിഹരിച്ചപ്പോൾ ഒരു CPM നേതാവിനെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചേക്കാണ്. അതെ, നിശ്ചയമായിട്ടും നിങ്ങൾ പറഞ്ഞതാണ് ശരി. അവരാരെയൊക്കെയാണ് കണ്ണുവെച്ച് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എന്തെല്ലാം സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഈ പറയുന്നയാള് അന്ന് ദിവസം ഉച്ചവരെ OSMBയുടെ മണ്ഡലത്തിലാണ് അവർ താമസിക്കുന്നത്, ആറ്റിങ്ങിൽ. അവരെ കൂടെ സ്ക്വാഡിറങ്ങി. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മാറ്റം. തലേ ദിവസം ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അച്ഛനും മകളും എന്നോടൊപ്പം നോമിനേഷൻ കൊടുക്കാൻ ആ സ്ഥലത്ത് വരികയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സൊക്കെ ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതെല്ലാം ജനങ്ങൾ തിരിച്ചറിയട്ടെ. കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം വരെ, വനിതകൾക്കൊരു പ്രത്യേക പരിഗണനയുണ്ട്. പക്ഷേ എങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം വരെ ആകണമെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ പാർട്ടി എടുത്തിട്ടുള്ളൊരു സ്ട്രെയിനുണ്ട്. നമ്മുടെ പാവപ്പെട്ട സഖാക്കളുടെ ചോര നീരാക്കിയിട്ടാണ് അവരെ ബ്ലോക്ക് പ്രസിഡന്റ് ആവുന്നതും, പിന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആവുന്നതും, ബ്ലോക്ക് മെമ്പർ ആവുന്നതുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് പാർട്ടി എടുത്ത, അല്ലെങ്കിൽ അവരുടെ നമ്മുടെ പാർട്ടി സഖാക്കൾ എടുത്ത ഒരു സ്ട്രെയിനിന്റെ ഭാഗമായിട്ടാണ് ഈ പേര് ഉയർന്നു വരുന്നത്. അപ്പോൾ അതിനെ വഞ്ചിച്ചു പോവുക എന്ന് പറയുന്നത് കൃത്യമായി പാർട്ടി ആളുകളും നാട്ടുകാരും അത് വിലയിരുത്തും. കേവലം എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾക്കോ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾക്കോ വഴങ്ങി തന്നെ താനാക്കിയ ആ പ്രസ്ഥാനത്തെ പെട്ടെന്ന് തന്നെ ചവിട്ടി കളഞ്ഞിട്ട് കയറുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. പക്ഷെ BJPക്കാരായിട്ടുള്ള ആളുകൾ ഇന്നിപ്പോൾ നടന്ന് ചാക്കിട്ട ആളുകളെ പിടിക്കുമ്പോൾ അവരെ കൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അവഗണിക്കുന്നു എന്ന വലിയ പരാതി BJPക്കകത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. ഇതൊന്നും തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ സാധ്യത ബാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ, അല്ലേ? ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ ഇത്തരം സാഹചര്യങ്ങളൊന്നും തന്നെ വരുത്തില്ല. കൂടുതൽ കരുത്ത്, കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ പാർട്ടി സഖാക്കൾക്ക് അവസരമൊരുങ്ങിയിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ്. വലിയ വിജയം തന്നെ ഇത്തവണയും ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.